അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിനും ഒടുവിലൊരു വിജയം. 1-5 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഇത് ISL അല്ല, നിങ്ങളത് തെറ്റിദ്ധരിക്കേണ്ട. കാരണം എന്താ പറയുക, ISL തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും നടപടിയായിട്ടില്ല. കാരണം ഈ ഒരു കളി തന്നെ റിലയൻസ് ഫൗണ്ടേഷൻ്റെ ഡെവലപ്മെൻറ്റ് ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം പറയാം, ഒരു 5 ഗോളുകൾക്ക് ജയിച്ചു, സന്തോഷമുള്ള കാര്യം. പക്ഷെ എന്താ പറയുക, ISL ഇപ്പോൾ അടുത്തൊന്നും നടപടിയാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നാണ് ISLലെ ചെന്നൈയിൻ FC ഗോവ തുടങ്ങിയിട്ടുള്ള ഒരു 4-5 ക്ലബ്ബുകൾ. ആ ക്ലബ്ബുകൾ ISLന് ഒരു പ്രൊപ്പോസൽ കൊടുത്തു, എങ്ങനെ കാര്യങ്ങൾ നടത്തേണ്ടി, എങ്ങനെയെങ്കിലും ലീഗ് തുടങ്ങാൻ വേണ്ടിയിട്ട്. AFFന് AFF തള്ളി, തള്ളാനല്ലേ അറിയുള്ളൂ. അപ്പോൾ ഏതൊക്കെ പ്രൊപ്പോസൽ അവിടെ വെച്ചിട്ടുണ്ടോ അതൊക്കെ തള്ളി. പിന്നെ വേറൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, ക്ലബ്ബുകളൊക്കെ പറയുന്നുണ്ട് പ്ലേയേഴ്സിൻ്റെ സാലറി കുറക്കണമെന്ന്. കാരണം ഇവരടുത്ത് പൈസ ഇല്ല, ആ കളി നടക്കണില്ല. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താ പറയുക, ഫെബ്രുവരിയിലും കൂടെ ISL തുടങ്ങാനുള്ള ഒരു സാധ്യതയില്ല. ഇപ്പോൾ ജനുവരി പോയിട്ട് ഫെബ്രുവരി എത്തി, ആദ്യം ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നു. കാരണം സ്പോൺസർമാരെ കിട്ടാനില്ല, പൈസ ഇറക്കാൻ ആരും കിട്ടാനില്ല. അതന്നെ മെയിനായിട്ടുള്ള പ്രശ്നം. കുറേ ആൾക്കാർ പല പ്രപ്പോസലും പല ചർച്ച, ഇപ്പം ഇനി നാളെ ഒരു ചർച്ച ഉണ്ട്, ചർച്ചകൾ ഇങ്ങനെ നടക്കാമെന്നല്ലാതെ അതിനൊരു തീരുമാനം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ISLലും നടപടി ആവേണ്ട കേസില്ല. കാരണം ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ എത്രയേ വെച്ചിട്ടാണ് ഈ ചർച്ച, എന്ന് തുടങ്ങിയ ചർച്ചയാണിത്, ഒരവസാനമില്ല ഇതിന്. ഇതിപ്പോൾ ഒരു കേസിന് വിധി വരേണ്ട പോലെ, 2000 നടന്നിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ വിധി വരേണ്ടത് 2010 എന്ന് പറഞ്ഞ പോലെ ISLൻ്റെ ചർച്ച തുടങ്ങിയിട്ട് സെപ്റ്റംബർ ഒക്ടോബറിൽ ചർച്ച തുടങ്ങിയാണ്. അപ്പോൾ അത് ഡിസംബർ കഴിഞ്ഞ് ന്യൂ ഇയർ കഴിഞ്ഞ് ജനുവരി ആവാനായി. ഇപ്പോൾ ISL തുടങ്ങാനുള്ള ഒരു പരിപാടി ഇല്ല എന്നാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്. കാരണം ഇത്ര അടങ്ങാറായിട്ട് നടത്താത്തതാണല്ലേ. കാരണം ഈ ചൂടത്തും മാർച്ചിലും ഏപ്രിലൊക്കെ നടത്തിയാലേ എന്തായിരിക്കും ആ ഒരു ലീഗിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അടുത്ത സീസൺ ആവാനായി. അപ്പോൾ ഈ സൈൻ ചെയ്ത പ്ലേയേഴ്സിനും ഇവർക്കൊക്കെ പൈസ കൊടുക്കണമെന്ന് ആലോചിച്ചിട്ടാണ്, സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. എത്ര വിദേശ താരങ്ങൾ പല ടീമുകളിലും ഉണ്ട്, ഇവർക്കൊക്കെ പൈസ കൊടുക്കണ്ടേ. എല്ലാ ക്ലബ്ബുകളും നഷ്ടത്തിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലീഗ് ആലോചിച്ചിട്ട് എന്താണൊരവസ്ഥ. ഇനിയിപ്പോൾ എന്തൊക്കെ ചർച്ചകൾ, ഇനിയിപ്പോൾ നാളെ ചർച്ച വരുന്നുണ്ട്, ആ ചർച്ചയിൽ ഇനിയിപ്പോൾ എന്തൊക്കെ വരുന്നതെന്ന് ആർക്കറിയാം. പലരും പല അഭിപ്രായങ്ങളും ഇങ്ങനെ പറയാം. നമുക്കിത് കുറേ ദിവസമായി ഇങ്ങനെ ചർച്ചേൻ്റെ ബാക്കിൽ പോയിട്ട്, അപ്പോൾ നമ്മളത് മൈൻഡ് ആക്കിയിട്ടില്ല. പക്ഷെ ഇന്നലെ ഒരു കളിയിൽ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു മാത്രം. 5 ഗോളുകൾക്ക് 4 ഗോളുകൾക്ക് ആയിട്ടാണ് കോവളം FCയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തുക. റിലയൻസ് ഫൗണ്ടേഷൻ്റെ എന്തോ ഡെവലപ്മെൻറ്റ് ലീഗാണ്, നല്ല താഴെ തട്ടുന്ന ഓരോ ലീഗുകൾ വരട്ടെ. മെയിൻ ലീഗ് ഏതായാലും നടക്കണില്ല, B ലീഗെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞ പോലെ. A ലീഗോ നടക്കണില്ല, B ലീഗോ C ലീഗോ ആയിട്ട് നടക്കട്ടെ. അങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചങ്ങൾ ഉണ്ടാവട്ടെ, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക. തൽക്കാലം ഈ ISL ഇനി എപ്പോഴാണ് സ്റ്റാർട്ടിങ് ഇതുവരെ ഒന്നും കൺഫേം ആയില്ല കേട്ടോ. അതാണ് ഒന്നും അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. എന്നാ സ്റ്റാർട്ട് ചെയ്യുക ഒരു ഐഡിയ ആർക്കും ഇല്ല. ഏതായാലും നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.